ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ് എന്തുകൊണ്ട് ഇംഗ്ലീഷ് മാത്രം, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ മാത്രം ഇതിൽ സക്സീഡായി, ബാക്കിയുള്ള രാജ്യങ്ങൾ ഫ്രാൻസ്, ഡാനിഷ്, ഡച്ച് അങ്ങനെയുള്ളവർ തോറ്റുപോയി എന്ന്. കാരണം എല്ലാവരും സൂപ്പർ പവേഴ്സ് ആയിരുന്നു, അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരുന്നു. ഇതിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് എന്താണ് അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ കൂടുതൽ അവർക്കൊരു എഡ്ജ് കിട്ടാനുള്ള കാരണം എന്തൊക്കെയാണ് എന്നാണ്. സ്ട്രക്ചർ ആൻഡ് നേച്ചർ ഓഫ് ദ ട്രേഡിംഗ് കമ്പനി എന്താണ് ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു എന്താ പറയുക, ഷെയർ ഹോൾഡേഴ്സൊക്കെ ഉള്ളൊരു പ്രൈവറ്റ് കമ്പനിയായിരുന്നു. നേരെ മറിച്ച് ഫ്രാൻസിൻ്റെയും പോർച്ചുഗലിൻ്റെയൊക്കെ എന്താണെന്ന് പറയുക സ്റ്റേറ്റ് ആയിരുന്നു. എപ്പോഴും ഒരു ഓർഗനൈസേഷൻ സ്റ്റേറ്റ് ഗവേൺഡ് ആയിക്കഴിഞ്ഞാൽ അതിന് തീരുമാനം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ദ ട്രേഡിംഗ് കമ്പനീസ് ഓഫ് ഫ്രാൻസ് ആൻഡ് പോർച്ചുഗൽ വർ ലാർജ്ലി ഓൺഡ് ബൈ സ്റ്റേറ്റ് ആൻഡ് ദർ നേച്ചർ വാസ് ഇൻ മെനി വേസ് ഫ്യൂഡലിസ്റ്റിക്. ഒരു ഫ്യൂഡലിസ്റ്റിക് വ്യവസ്ഥതയുള്ള ഒരു സാധാരണ സ്റ്റേറ്റ് ഓൺഡ്, ഒരു ഗവൺമെൻറ് ഓൺഡ് കമ്പനിയാണ്. നേരെ മറിച്ച് പെട്ടെന്ന് തീരുമാനമൊക്കെ എടുക്കാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബോഡി ആയിരുന്നു എന്ത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതുകൊണ്ട് തന്നെ അവർക്കൊരു അഡ്വാൻറ്റേജ് ബാക്കിയുള്ളവർ തമ്മിലുണ്ട്. ഒരു യുദ്ധം നടത്തണമെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരുപാട് പേരെയൊന്നും അറിയിക്കേണ്ട, പ്രത്യേകിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി. നേരെ മറിച്ച് ഫ്രാൻസിനും പോർച്ചുഗലിനൊന്നും അങ്ങനെ ആയിരുന്നില്ല. 2, നേവൽ സുപ്പീരിയോറിറ്റി. നേവൽ സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഷിപ്പ് ബിൽഡിംഗ് ഒക്കെ കുറച്ചും കൂടി കൂടുതൽ അറിയുന്നു. ഇപ്പോൾ റോയൽ ബ്രിട്ടീഷ് നേവി എന്ന് പറയുന്നത് ബാക്കി എല്ലാവർക്കും സ്ട്രോങ്ങർ ആയിരുന്നു. അതൊരു എഡ്ജാണ്. 3ാമത്തെ കാര്യം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇംഗ്ലണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, നല്ല രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആ ഭാഗത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഡ്ജ് അവരുടെ മെഷീൻസിലും ഗൺസിലും അതുപോലെ തന്നെ ആർമറിയിലൊക്കെ ഉണ്ടായിരുന്നു. മിലിറ്ററി സ്കിൽ ആൻഡ് ഡിസിപ്ലിൻ. അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേയും കൂടി എതിരാളികളെ തോൽപ്പിക്കാനും പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ളൊരു സ്കില്ല് അവർക്കുണ്ടായിരുന്നു. സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം ബ്രിട്ടീഷ് 200 വർഷം മുമ്പേ ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ്. അങ്ങനെ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ആർമി മറ്റ് രാജ്യങ്ങളെ കോളനൈസ് ചെയ്യാൻ പോകുമ്പോൾ വ്യക്തമായ തീരുമാനങ്ങളുണ്ടാവും, അതുപോലെ തന്നെ വ്യക്തമായ ഐഡിയ ഉണ്ടാവും. അതുപോലെ അവിടെ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇത്രയും സ്റ്റേബിളായിട്ടൊരു ഗവൺമെൻറ് പിന്നിൽ നിൽക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കുറേ കൂടെ കാര്യങ്ങൾ എളുപ്പമാണ് എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ലെസർ സീൽ ഫോർ റിലീജിയൻ. അവർക്കും മിഷനറി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പോർച്ചുഗീസിൻ്റെ അത്രയൊന്നും പ്രശ്നങ്ങൾ റിലീജിയസ്ലി ഇവിടെ ഉണ്ടായിരുന്നില്ല. മുസ്ലിംസിനെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഹിന്ദുസിന് ഇഷ്ടമല്ല. ബേസിക്കലി ബ്രിട്ടീഷുകാരും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ അവർ കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിച്ചത് എന്താണ്, റിലീജിയസ് ആയതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല, മറിച്ച് അവർക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ അധികാരമായിരുന്നു ഇമ്പോർട്ടൻ്റ്. അത് വേണം നമുക്ക് കണക്കാക്കാൻ. പിന്നെ യൂസ് ഓഫ് ഡെറ്റ് മാർക്കറ്റ്. പൊതുവേ ഇപ്പോൾ ഈ ഷെയർ മാർക്കറ്റൊക്കെ അന്നത്തെ കാലത്ത് 200 വർഷം 300 വർഷം മുമ്പേ അവർക്ക് ഈ ഡെറ്റ് സെക്യൂരിറ്റീസും പിന്നെ എന്താ പറയുക ബോണ്ട് ഇഷ്യൂ ചെയ്ത് പൈസ ഉണ്ടാക്കലൊക്കെ ആദ്യമേ അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൈസയുടെ ലിക്വിഡിറ്റി, അതായത് ഈസിലി അവൈലബിൾ മണി അവർക്കുണ്ടായിരുന്നു. ഡെറ്റ് സെക്യൂരിറ്റീസും മറ്റ് ബോണ്ട് മാർക്കറ്റിലൊക്കെ അവർ വളരെ നല്ല പ്രാവീണ്യം ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഇത്രയും ഫാക്ടേഴ്സാണ് ബ്രിട്ടീഷ് സുപ്രമസിക്ക് കാരണം. മറ്റ് യൂറോപ്യൻ ഫോഴ്സസിൽ നിന്ന് ബ്രിട്ടീഷിനെ വേർതിരിക്കുന്ന ഫോഴ്സസാണിത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സാണ്, വളരെ അനലിറ്റിക്കലാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് വിചാരിക്കുന്നത് ഞാൻ. മാത്രമല്ല ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എന്താണ് ഗുണം ചെയ്യുന്നത്, ആസ് സച്ച് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് പിന്നെ സ്പെക്ട്രം പോലത്തൊരു പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവും എന്നതാണ് അടുത്ത കാര്യം. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് ക്ലാസ്.